മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നൊരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മെയിൻലി ദർ ആർ 3 ക്ലാസിഫിക്കേഷൻ ഇൻ ഡിമാൻഡ്, ദാറ്റ് ഈസ് പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ് ആൻഡ് ക്രോസ് ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ്, income demand and cross demand. Okay, here price demand means it refers to the various quantities of a commodity that a consumer would buy at a given time in the market at various prices. അതായത് ഡിഫറെൻറ്റ് പ്രൈസസിന് ഒരു കൺസ്യൂമർ ഒരു മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കോമൺലി പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിമാൻഡ് കർവിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും കാണിക്കും. അപ്പോൾ പ്രൈസ് കൂടും തോറും എന്ത് ചെയ്യും? പ്രൈസ് കൂടും തോറും വാങ്ങിക്കുന്ന അളവ് നമ്മൾ കുറയ്ക്കും, ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ അളവ് കുറക്കും. പ്രൈസ് കുറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂട്ടും. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ വാങ്ങിക്കുന്ന അളവ് എന്താണ്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് കുറയുമ്പോൾ വാങ്ങിക്കുന്ന അളവ് കൂട്ടും. അവിടെ ഒരു എന്താണ്? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് ചെയ്യുന്നത്. അവിടെ ഡിമാൻഡ് കർവ് എന്താണ്? നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ വുഡ് ബൈ അറ്റ് എ ഗിവൺ ടൈം ഇൻ ദി മാർക്കറ്റ് അറ്റ് വേരിയസ് പ്രൈസസ്. ഓക്കെ, ഡിഫറെൻറ്റ് പ്രൈസസിന് ഒരു മാർക്കറ്റിൽ നിന്നും ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്ന ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കംസ് ടു സെക്കൻഡ് പോയിന്റ്, ഇൻകം ഡിമാൻഡ്. ഇൻകവും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള എന്താണ്? റിലേഷൻഷിപ്പാണ്. ഇൻകം കൂടുന്തോറും കൺസ്യൂമർ വാങ്ങിക്കുന്ന അളവ് കൂട്ടും, ഇൻകം കുറയും തോറും കൺസ്യൂമർ വാങ്ങിക്കുന്ന അളവ് കുറക്കും. ഓക്കെ, ഇതാണ് റിലേഷൻഷിപ്പ് വരുന്നത്. അതായത് ഇൻകം ഡിമാൻഡ് റെഫേഴ്സ് ടു ദി വാരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി that a consumer would buy at a given time at various levels of income. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകമിൽ വരുമ്പോൾ അവിടെ കൺസ്യൂമർ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റീസിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഡിമാൻഡിൻ്റെ കേസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ എക്സ് ആക്സിലും വൈ ആക്സിലും ഇൻകവും കാണിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് ഇതേ രീതിയിലാണ് വരുന്നത്. പോസിറ്റീവ്ലിയാണ് വരുന്നത്. നേരത്തെ നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇൻകം വർദ്ധിക്കും തോറും നമ്മൾ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂട്ടും, ഇൻകം കൂടും തോറും വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂട്ടും, കുറയുമ്പോൾ എന്ത് ചെയ്യും? വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻകം ഡിമാൻഡ് വരുന്നത്. അവിടെ എന്താണ്? ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദി വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ വുഡ് ബൈ അറ്റ് എ ഗിവൺ ടൈം അറ്റ് വാരിയസ് ലെവൽസ് ഓഫ് ഇൻകം. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകം വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകത്തിൽ കൺസ്യൂമർ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് തേർഡ് വൺ, ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് ദി പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ദാറ്റ് ഈസ് നോൺ ആസ് ക്രോസ് ഡിമാൻഡ്. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്തു പറയും? ക്രോസ് ഡിമാൻഡ് എന്ന് പറയും. വെൻ ദി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് ദി പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ദാറ്റ് ഈസ് നോൺ ആസ് ക്രോസ് ഡിമാൻഡ്. ഓക്കെ, അതിൽ വരുന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട ഏരിയ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒന്നിന് പകരം മറ്റേതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സുകളാണ്. ഓക്കെ, ഇപ്പോൾ ടീ ആൻഡ് കോഫി നമ്മൾ കോമൺ ആയിട്ട് എക്സാമ്പിൾ പറയും. ഇപ്പോൾ ടീ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഫി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് വരുന്നത്. അപ്പോൾ കോഫിയുടെ വില കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ടീ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറക്കും, അപ്പോൾ കോഫി വാങ്ങിക്കുന്ന അളവ് കൂട്ടും. അപ്പോൾ അവിടെ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അതിൽ വരുന്ന മറ്റൊരു പാർട്ടാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗുഡ്സ് ഉപയോഗിക്കണമെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റും കൂടെ രണ്ടും കൂടെ ജോയിൻലിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ജോയിൻലി ഡിമാൻഡഡ് ആണ്. ഇപ്പോൾ പെന്നും റീഫില്ലും നമ്മൾ പറയുന്നു, അതേപോലെ ക്യാമറ ആൻഡ് ഫിലിം പറയുന്നു. ഇനി ഷട്ടിൽ ആൻഡ് കോക്ക് നമുക്ക് പറയാം. അത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് കൂടെ ആവശ്യമായിട്ട് വരും. അത്തരത്തിൽ വരുന്ന ഗുഡ്സുകളെയാണ്
കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ വില കുറയുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യും, കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ്, ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡ് മറ്റൊരു കമോഡിറ്റിയുടെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ക്രോസ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, then next we are discussing about types or kinds of demand. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ് ആണ് പറഞ്ഞത്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ് കൂടാതെ ചില ടൈപ്സുകൾ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഡിമാൻഡ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതാണ് ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when two or more commodities are jointly demanded at the same time to satisfy a particular want, it is known as ജോയിൻറ്റ് ഓർ കോംപ്ലിമെൻ്ററി ഡിമാൻഡ്. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നിറവേറാൻ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഒരേ സമയം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, ഇവിടെ ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയും. വെൻ ടു ഓർ മോർ കമോഡിറ്റീസ് ആർ ജോയിൻറ്റ്ലി ഡിമാൻഡഡ് അറ്റ് ദി സെയിം ടൈം ടു സാറ്റിസ്ഫൈ എ പെർട്ടിക്കുലർ വാണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷുഗർ ആൻഡ് ടീ ഡസ്റ്റ്. നമ്മൾ സാധാരണ ടീ മേക്കിങ്ങിന് ഷുഗറും അതേപോലെ തന്നെ ടീ ഡസ്റ്റും പഞ്ചസാരയും അതേപോലെ ചായപ്പൊടിയും നമ്മൾ എടുക്കും. അപ്പോൾ രണ്ടും ആവശ്യമാണ് ഇവിടെ ടീ മേക്കിങ്ങിന്. അപ്പോൾ രണ്ടും നമ്മൾ ജോയിൻ്റ്ലി ഡിമാൻഡ് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്ത് പറയാം, ജോയിൻറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെയും എക്സാമ്പിളുകൾ പറയാം. ഇപ്പോൾ നമ്മൾ റൈറ്റിങ്ങിന് പെൻ ഉപയോഗിക്കുമ്പോൾ അവിടെ പെന്നും റീഫില്ലും രണ്ടും ആവശ്യമാണ്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ ജോയിൻറ്റ് ഡിമാൻഡാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ആണ് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി വിച്ച് ക്യാൻ ബി പുട്ട് ടു സെവറൽ യൂസസ്, ഇറ്റ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ഡിമാൻഡ്. ഒരു കമോഡിറ്റിയെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കമോഡിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് അതിനെ എന്ത് പറയാം, കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി എന്നത് നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിങ്ങിന് ഉപയോഗിക്കാം. ഇനി കുറേ മെഷീൻസുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങൾക്കും ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റിക്ക് ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് അതിലൂടെ നിറവേറാൻ സാധിക്കും. അവിടെ കോമ്പോസിറ്റ് ഡിമാൻഡാണ്. അതായത് വെൻ എ പ്രോഡക്റ്റ് ഈസ് ഡിമാൻഡഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സെവറൽ യൂസേഴ്സ്, ദറ്റ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ഡിമാൻഡ്. ദെൻ നെക്സ്റ്റ് ഡയറക്റ്റ് ഡിമാൻഡും ഡിറൈവ്ഡ് ഡിമാൻഡുമാണ് മറ്റൊരു കൈൻഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് വരുന്നത്. അതായത് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി വിച്ച് ഈസ് ഫോർ ഡയറക്റ്റ് കൺസംഷൻ. അതായത് വെൻ എ കമോഡിറ്റി ഈസ് ഡിമാൻഡഡ് ഫോർ ഡയറക്റ്റ് കൺസംഷൻ, ദറ്റ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് ഡിമാൻഡ്. ഫോർ എക്സാമ്പിൾ ഫുഡ്, ക്ലോത്ത് എക്സെട്ര. നമ്മൾ ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, കൺസംഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ക്ലോത്തും ഡയറക്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഇനി ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വെൻ എ കമോഡിറ്റി ഈസ് ഡിമാൻഡഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഡിമാൻഡ് ഫോർ എനദർ കമോഡിറ്റി. ഓക്കെ, അല്ലെങ്കിൽ സർവീസ്. മറ്റൊരു കമോഡിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സർവീസിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു കമോഡിറ്റിയെ ഡിമാൻഡ് ചെയ്യുന്നുവെങ്കിൽ അതിന് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയും. അതായത് ഇവിടെ ഡയറക്റ്റ് കൺസംഷൻ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ സിമെൻറ്റ്. നമ്മൾ സിമെൻറ്റ് വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആവശ്യങ്ങൾക്കാണ്. അപ്പോൾ മറ്റൊരു ആവശ്യം നിറവേറാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിമെൻറ്റിനെ നമ്മൾ വാങ്ങിക്കുന്നത്. ഡയറക്റ്റ്ലി നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഡയറക്റ്റ് കൺസംഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല, മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, മറ്റൊരു ആവശ്യം നിറവേറാനാണ് ഈ സിമെൻറ്റ് വാങ്ങിക്കുന്നത്. നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് സിമെൻറ്റ് വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി നമ്മളത് ഉപയോഗിക്കുന്നില്ല, ഫുഡ്, ക്ലോത്ത് പോലെ. അപ്പോൾ അവിടെ ഡിറൈവ്ഡ് ഡിമാൻഡാണ്. ഓക്കെ, ഇനി ഇൻഡസ്ട്രി ഡിമാൻഡും കമ്പനി ഡിമാൻഡുമാണ്. അത് ഇൻഡസ്ട്രി ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രൊഡക്റ്റിനുള്ള ടോട്ടൽ ഡിമാൻഡിന് സൂചിപ്പിക്കുന്നതാണ്. കമ്പനി ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പനി ഓർ ഫേം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്ന മറ്റൊരു കൈൻഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ആണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഹൗസ് ഹോൾഡ് ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്. ഇതിൽ മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളത് 2019 ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി quantity of commodity that an individual consumer is willing to buy in a given period of time at a given price. Okay,
അവിടെ ഇൻഡിവിജ്വൽ കൺസ്യൂമറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ദാറ്റ് ഓൾ കൺസ്യൂമേഴ്സ് ഇൻ മാർക്കറ്റ്. ഓക്കെ, കൺസ്യൂമേഴ്സ് എല്ലാ കൺസ്യൂമേഴ്സും ഡിമാൻഡ് ചെയ്യുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിൽ ബി വില്ലിംഗ് ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. ഓക്കെ, അവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും ഓർമ്മിക്കുക. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ കൺസ്യൂമർ മാത്രം ഡിമാൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇവിടെ എന്ത് ചെയ്യാണ്, കമ്മോഡിറ്റിയെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഓൾ കൺസ്യൂമേഴ്സാണ്. മാർക്കറ്റിലുള്ള എല്ലാ കൺസ്യൂമേഴ്സും കൂടെ ഡിമാൻഡ് ചെയ്യുന്ന കമ്മോഡിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ ഹൗസ് ഹോൾഡ് ഈസ് വില്ലിംഗ് ടു ബൈ. ഒരു ഹൗസ് ഹോൾഡ് വാങ്ങിക്കാൻ തയ്യാറുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ഹൗസ് ഹോൾഡ് ഈസ് വില്ലിംഗ് ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും ഓർമ്മിച്ച് വെക്കുക. ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും അത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലി വില്ലിംഗ് ടു ബൈ ആണ് ഇവിടെ വരുന്നത്. എന്നാൽ ഇവിടെ ഓൾ കൺസ്യൂമേഴ്സ് വില്ലിംഗ് ടു ബൈ ആണ് മാർക്കറ്റ് ഡിമാൻഡിൽ വരുന്നത്. ഇത് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ആകുമ്പോൾ ഒരു ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ചെയ്യുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 3 കൂടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ.